എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇതിവിടെ ഇപ്പം സീസൺ കഴിയാനായി. അപ്പോൾ ലാസ്റ്റുള്ള കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ തോല് നല്ല കട്ടിയുള്ള നാരങ്ങയാണ്, പക്ഷെ സോഫ്റ്റ് ആയിരിക്കും. ആപ്പിളെല്ലാം പോലെ കടിച്ചു തിന്നാം. കയ്പ്പ് തീരെ ഇല്ല, നല്ല ജ്യൂസിയുമാണ്, വണ്ണവും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു 10-11 എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വാഷ് ചെയ്ത് ടിഷ്യൂ കൊണ്ട് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസാണ്, എണ്ണയും വിനീഗറും ഒഴികെ. ഇത് മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരിയും 4 ടേബിൾ സ്പൂൺ എരിവുള്ളതുമാണ്. പിന്നെ ചുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ. ഇഞ്ചിക്ക് പകരമാണിത്, ഇഞ്ചി എടുക്കേണ്ടവർ അങ്ങനെ എടുത്തോ. പിന്നെ ഗാർലിക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് ഒരു 2 ടേബിൾ സ്പൂൺ. അത് പറഞ്ഞ പോലെ ഗാർലിക്ക് വേണ്ടവർ ഗാർലിക്കും പൊടിയായി അരിഞ്ഞിട്ടെടുത്തോ. ഞാനിത് എല്ലാം ഡ്രൈ ആക്കേണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഉപ്പ് ഒരു 7-8 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് കുറച്ച് ഇങ്ങനെ മുന്നേ നിൽക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷേ പിടിക്കുമ്പോൾ അതൊക്കെ ബാലൻസ് ആയിക്കോളും. പിന്നെ കറിവേപ്പിലയും ഡ്രൈ ആകിയ കരിവേപ്പിലയും എടുത്തത്. ഇതും ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് വറക്കുമ്പോൾ ഇടേണ്ടതാണ്. പിന്നെ ഉലുവ ഒരു ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചതാണ്, നല്ല ചൂടായി വറുത്തിട്ട് പൊടിച്ചെടുത്ത് ഫ്രഷായിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വെല്ലപ്പൊടി, ഇത് വെല്ലപ്പൊടിയാണ്. ഇത് കായപ്പൊടി ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വിനീഗർ ഒരു 6 ടേബിൾ സ്പൂൺ. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3-4 ടേബിൾ സ്പൂണ്. പിന്നെ എള്ളെണ്ണയാണ് ഇതിന് എപ്പോഴും നല്ലത്. ഇതൊരു 8 ടേബിൾ സ്പൂൺ എള്ളെണ്ണയുണ്ട്. ഇതാദ്യം ഇതെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെയും ഇത്ര തന്നെ അളവിൽ ചൂടാക്കിയിട്ട് ഒഴിക്കും. ഇത് കടുക് ഒരു ടേബിൾ സ്പൂൺ. ലെമണെല്ലാം ഞാൻ ചെറിയതായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്ത അത്ര അളവിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതൊരു 8 ലെമണേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഒന്നിങ്ങനെ കുലുക്കി എടുക്കുക, കൈ കൊണ്ട് ഇനി തൊടണ്ട. എന്നിട്ട് ഇനി പാനിൽ നല്ലോണം എള്ളെണ്ണ ചൂടാക്കുക. എള്ളെണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിക്കുക. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂടാൻ പാടില്ല, എല്ലാം കരിഞ്ഞു പോകും പൊടിയെല്ലാം. അതുകൊണ്ട് ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് നിൽക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇടയ്ക്ക് വേണമെങ്കിൽ അത് ഓഫും ചെയ്തേക്ക്. ഇപ്പോൾ കരുവേപ്പിലിട്ടു, കടുക് പൊട്ടിയപ്പം. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, ഫ്രഷ് കരുവേപ്പിലയും ഫ്രഷ് ജിഞ്ചർ ഗാർലിക്കും ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ. കരുവേപ്പില ഒന്ന് ടോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതിപ്പം ഉലുവ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഓരോരോ പൊടിയായിട്ട് ഇടാം. ഇനി ഗാർലിക് പൊടി ഇട്ടു. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഫ്ലെയിം പ്രത്യേകം മാനേജ് ചെയ്യണം. ചുക്ക് പൊടി, മുളക് പൊടി, ഇതിപ്പോൾ ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ചൂട് അങ്ങനെ ഉണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടു, അത് അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. പ്രത്യേകം ശ്രദ്ധിക്കുക കരിയാണ്ട്. ഇനി നമുക്ക് കായപ്പൊടി ഇടാം ലാസ്റ്റിൽ. ബ്രൗൺ ഷുഗർ ഇടണം. ഇനി ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വെല്ലപ്പൊടി, അതൊന്ന് ചെറുതായിട്ട് ആ ഒരു ബിറ്റർനെസ്സും പുളിപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രൗൺ ഷുഗർ ഇട്ടു. എന്നിട്ടൊന്നും കൂടെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് അങ്ങനെ ഇതാവുമ്പോൾ തിളക്കുമ്പോൾ അതിലേക്ക് ഞാൻ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഓഫ് ചെയ്തിട്ട് ലെമൺ ഇട്ടു. ചിലവർ ലെമൺ ആദ്യം വേവിച്ചിട്ടാണ് ഇടുക, ഞാനിന്ന് വേവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് നേരം ഒന്നിങ്ങനെ നല്ലോണം ടോസ് ചെയ്തെടുക്കുകയാണ് ആ ചൂട് എണ്ണയിൽ. സൈഡിൽ ഞാൻ ഒരു 6-7 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ വീണ്ടും ചൂടാക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം തിളച്ച് വന്നപ്പം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം നമുക്ക്.
എള്ളെണ്ണ ഒരു നല്ല പ്രിസർവേറ്റീവ് എന്നാണ് പറയുക, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇട്ടത്. ഇനി അതവിടെ കിടന്ന് നല്ലോണം തണിയട്ടെ. തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ക്ലീനായ ഡ്രൈ ആയ ബോട്ടിലിൽ, ഗ്ലാസ് ബോട്ടിലിൽ ആക്കി വെക്കാം. താങ്ക്സ് കേട്ടോ.